സമ്പത്തിന്റെ കാര്യത്തിൽ സന്തോഷമില്ലാത്തവരാണ് നമ്മളിൽ മിക്കവാറും ആളുകൾ. എന്താ സന്തോഷമില്ലാതിരിക്കാൻ കാരണം? നമ്മൾ അറിയുന്ന ഒരു സുഹൃത്ത് നമ്മോട് പറയേ, എന്താ ഇപ്പൊ എല്ലാ മാസം ഒരു 50,000 റുപ്യ എൻ്റെ അക്കൗണ്ട് കയറും, എന്താ നിങ്ങൾക്ക് പ്രശ്നം, ഓരോ വിഷയം വരുമ്പോ അങ്ങനെ എഴുതി കൊടുത്താൽ പോരെ. എന്നാ മിക്കവാറും ശമ്പളം വാങ്ങുന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ചാൽ ആ കേറിയ സ്പീഡിൽ എന്ത് ചെയ്യുന്നവരെങ്കിൽ അത് മുഴുവനാണ് തീരും. ഒന്ന് പറഞ്ഞാൽ ആ PF പരിപാടിയൊക്കെ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന പകുതി ശമ്പളമാണ്. അത് കഴിഞ്ഞ പകുതിയിൽ എന്താണ് EMI എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ശരിയാന്ന് വിചാരിച്ചു. EMI എന്താ സുഹൃത്തുക്കളെ? ഒരു മാസത്തെ അടവ് തെറ്റിയാൽ അതിൽ പലിശ ഉണ്ട്. പലിശന്റെ വ്യവസ്ഥ പ്രകാരമുള്ള ഒരു കാര്യമാകുന്നത് കൊണ്ട് അതെങ്ങനെ നമുക്ക് പറ്റുക? എന്നിട്ടെന്റെ അടുക്കാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ വന്നപ്പോൾ അയാൾ കരഞ്ഞു പറയുമ്പോൾ അയാൾ പറയുന്ന ഒരു വാക്ക് തരും, ഞാൻ എന്റെ EMI ഒക്കെ ഇനി എന്താ ചെയ്യാന്നാണ് അയാൾ ചോദിക്കണം. എന്നിട്ട് പക്ഷെ ആ ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ഒരിക്കലും എൻജോയ് ചെയ്യില്ല. കാരണം തരൂ, നമ്മൾ ഇന്നും കടക്കാരനാണ്. എന്തിനാണ് സുഹൃത്തുക്കളെ കടക്കാരനാവുന്നത്? ഈ 30,000, 40,000, 50,000 കയറുന്ന ആളുകൾ നമുക്ക് എന്ത് ചെയ്യാ അറിയോ? നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 20% നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ നിക്ഷേപിച്ചോളും. 20% നിക്ഷേപിച്ചോളൂ. നിങ്ങളെ വൈഫിന്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ക്യാഷ് എടുത്തിട്ട് 20% നിങ്ങൾ സമ്പത്ത് നിക്ഷേപിച്ചോളൂ. ആ നിക്ഷേപിച്ച സമ്പത്ത് എത്ര ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി. വാഷിംഗ് മെഷീനും AC ഒക്കെ അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി. എന്തിനാ? നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ട്? ഒരു പൈസ പോലും കടല്ല. ഞാൻ ചോദിക്കണം, ഞങ്ങളുടെ വെല്ലുവിളിക്കാണ് ചോദിക്കല്ല, ഈ ഇരിക്കുന്ന ഈ 50,000 ഒക്കെ ശമ്പളം വാങ്ങണ നിങ്ങൾ എത്ര പേർക്ക് ധൈര്യമായി പറയാൻ പറ്റും എനിക്ക് 1 രൂപ കടല്ലാന്ന്? എത്ര ആൾക്ക് പറയാൻ പറ്റും? എനിക്ക് അങ്ങനെ ചോദിക്കാൻ ധൈര്യം കിട്ടും. എനിക്ക് അങ്ങനെ കടല്ലാത്തോണ്ട് അൽഹംദുലില്ലാ പറയാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റണമെന്നാണ്. ഞാൻ എല്ലാവരും മോശമാക്കല കേട്ടോ. എന്തിനാ നമ്മൾ കടക്കാരനാണ്? നാളെ നിങ്ങൾ മരിച്ചാൽ എന്താ ചെയ്യാം? ആർക്ക് കൊടുക്കാനും കൂടെ അറിയാൻ പറ്റില്ല. ഇവിടെ ഒരു കോളേജിലെ സൂപ്രണ്ടോ അറ്റൻഡറോ മരിച്ചു. അദ്ദേഹം മരിച്ചതൊരു വാർത്തയിരുന്നു. അദ്ദേഹം തലേന്ന് വന്ന് വീട്ടിൽ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അറ്റാക്കായി, അയാൾ മരിച്ചു. മരിച്ചിട്ട് എന്ത് ചെയ്യുമെങ്കിൽ അയാളുടെ ഈ ഇരിക്കണേ ക്ലർക്കല്ലേ ടേബിൾ വലിച്ചു നോക്കുമ്പോൾ എല്ലാം റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് പൈസ വെച്ചിട്ടുള്ളത്. ആ റബ്ബർ ബാൻഡിന് സ്ലിപ്പ് ഉണ്ട്. അതായത് ആര് ചെന്ന് നോക്കിയാലും അയാൾക്ക് എന്ത് ഇടപാടുണ്ട് എന്ന് മനസ്സിലാവും. ഞാൻ ആ വാർത്ത കേട്ട്, ഞാൻ അനുഭവത്തിൽ വന്ന വാർത്ത പറയും. സുഹൃത്തുക്കളെ, അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ എന്തൊരു സമാധാനം ഉണ്ടാവും. ഞാൻ സ്വസ്ഥതക്കുള്ള മാർഗമാണ്.